15 ദിവസം കൊണ്ട് സോണം വാഗ്ജു എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ്, അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ കൂടെ സയൻറ്റിസ്റ്റ് കൂടിയാണ്. ജമ്മു NIT എന്നൊക്കെ കഴിഞ്ഞു വന്നയാളാണ്. അയാൾ ഈ ഡിമാൻഡ് വെക്കുവാണ് പറഞ്ഞ് ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. ഇന്ന് വരെ ഗവൺമെൻറ് കാര്യമായിട്ട് അയാളെ വിളിച്ച് ഒരു ടോക്സ് നടത്താൻ തയ്യാറായില്ല. അയാൾ നിരാഹാരം അവിടെ കിടക്കുവാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അലംഭാവമാണ് ഇതിൻ്റെ കാരണം. അതിനെ അവർ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ജോലിയില്ല, സാധനങ്ങൾക്ക് വലിയ വില കൂടുതൽ, അവർ പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യയുടെ ഭാഗവുമാണ്. ഇതാണ് ഇഷ്യൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ അവർ രാജ്യദ്രോഹികളൊന്നുമല്ല. ലഡാക്കിലുള്ള, അതായത് ഇവിടെ താമസിക്കുന്ന കൂടുതൽ ആൾക്കാർ ടിബറ്റൻ സംഭവമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവിടെ അവർ ബുദ്ധിസ്റ്റ് വിശ്വാസികളാണ്, അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദു വിശ്വാസികൾ വളരെ കുറവേ ഉള്ളൂ. ഇവർ ഹാർഡ് കോർ ഇന്ത്യൻ പാട്രിയോട്ടിക്കാണ്. അപ്പോൾ അവരെ ഈ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കരുത്. ഒരു ഇഷ്യൂ ഉണ്ടായി, അതായത് മനസ്സിലാക്കുക, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ ടിക്കർ ബോംബാണ്. അത് നമ്മൾ ഇന്ന് കണ്ടു എന്താണ് ലഡാക്കിൽ സംഭവിച്ചത്. ഉറപ്പായിട്ടും അത് നേപ്പാൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അത് നേപ്പാൾ ബീഹാറിലും ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇത് ഇന്ത്യയിലെ പല സിറ്റികളിലും ഉണ്ടാകും. ഇന്ത്യയിലെ പ്രശ്നം തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. കാരണം അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സിറ്റികളിൽ കൂടെ അൺഎംപ്ലോയ്മെൻറ്റ് കയറി വരുവാണ്. അതായത് അമേരിക്കൻ ടാരിഫ്, H1B1 വിസ, ഈ സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈഗോയും കാണിച്ച് അമേരിക്കൻ തെറി വിളിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല.